ഇന്നലെ പെയ്ത് ശക്തമായ വേനൽ മഴയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം പൊഴിയൂർ മേഖലയിൽ കടലാക്രമണം ഉണ്ടായി. പൊഴിയൂർ നിരോടി തീരദേശ റോഡ് തകർന്ന് മേഖലയിൽ ഗതാഗതവും തടസ്സപ്പെട്ടുവെന്ന മേഘന മുരളി റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ മേഘന. കാലവർഷം എത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകുന്നുണ്ട്. കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. ഇന്നലെ കടലാക്രമണത്തിൽ തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ, പൊഴിയൂർ എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന നീരോടി റോഡാണ് തകർന്നത്, തീരദേശ റോഡാണ് തകർന്നത്. അങ്ങനെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രദേശവാസികളും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളടക്കം വലിയ ബുദ്ധിമുട്ടിലാണ്. അതിൽ ഈ കേരള തീരം ഭാഗികമായി കടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് തന്നെ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ കടൽ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ള കാര്യമാണ് തീരദേശവാസികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നും പറയുന്നത് പോലെ തമിഴ്നാട് സർക്കാർ നിർമ്മിച്ചു നൽകിയ പുലിമുട്ടിനടക്കം പ്രശ്നങ്ങളുണ്ട്, അതും പരിഹരിക്കണമെന്നുള്ളതാണ് തീരദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ പൊഴിയൂർ നീരോടി തീരദേശ റോഡാണ് തകർന്ന് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല. ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.